അമല എന്ന സീരിയൽ മുതലാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വരദ എന്ന നടി ചേക്കേറുന്നത്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഈ സീരിയൽ വരദയുടെ കരിയറിൽ മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്നത് താരത്തിൻ്റെ വിവാഹ ജീവിതമായിരുന്നു. ഈ സീരിയലിൽ തന്നെ വില്ലനായി അഭിനയിച്ച ജിഷിൻ മോഹനുമായി താരം പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ അടുത്ത സമയത്ത് താരം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. വലിയ വാർത്തയായി ഈ സംഭവം മാറി. ഇപ്പോൾ ജിഷിൻ തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ വേഗം ശ്രദ്ധ നേടിയിരുന്നു. സുഹൃത്തിനെക്കുറിച്ചും വിവാഹമോചനത്തിനെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. ഇത് വളരെയധികം അടുത്ത സമയത്ത് ചർച്ചയായി മാറി. ഇതിൽ ഭാര്യയായ വരദയെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ കുടുംബജീവിതം തകരുവാൻ കാരണം സുഹൃത്തായ നടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജിഷിൻ സംസാരിച്ചത്. ഇതിനെ തുടർന്ന് വരദ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്റ്റാറ്റസ് വരദ പങ്കുവച്ചത്. ഇത് കണ്ടുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് വരദ ട്രോൾ ചെയ്തതാണോ എന്നാണ്. അതുമല്ല എങ്കിൽ ഇത് ജിഷിനുള്ള മറുപടിയാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. അതേസമയം ആരെയും വ്യക്തമായി പേരെടുത്ത് പറയാത്ത രീതിയിലാണ് വരദയുടെ ഈയൊരു മറുപടി. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഏറെ ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു വരദയും ജിഷിനും. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ശേഷം പ്രണയത്തിലായി വിവാഹിതരായവരാണ്. സിനിമയിൽ നിന്നും സീരിയലിലേക്ക് എത്തിയ വരദ ഇപ്പോൾ ജിഷിനെ പോലെ തന്നെ ടെലിവിഷൻ രംഗത്ത് സജീവമാണ്. കുടുംബ പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം. ഇരുവർക്കും ഒരു മകനുണ്ട്. 3 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം. മകൻ്റെ സംരക്ഷണം ഇപ്പോൾ വരദയ്ക്കാണ്. അടുത്തിടെയായി ജിഷിൻ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. അതിന് കാരണം സീരിയൽ നടി അമേയ നായരുമായുള്ള ജിഷിൻ്റെ സൗഹൃദമാണ്. ഇരുവരും ഒരുമിച്ചാണ് യാത്രകളെല്ലാം. കൂടാതെ ഇരുവരും ഒരുമിച്ചുള്ള കപ്പിൾ ഫോട്ടോകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നും ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ സ്നേഹബന്ധമില്ലെന്നുമാണ് ജിഷിൻ പറഞ്ഞത്. താൻ അമേയെ ഇഷ്ടപ്പെടാനുള്ള കാരണവും ജിഷിൻ പറഞ്ഞിരുന്നു. നല്ല ഒരുപാട് ക്വാളിറ്റിയുള്ള കുട്ടിയാണ് അമേയ. അവളുടെ ക്ഷമാശീലം സമ്മതിക്കണം. പിന്നെ എന്നെ സഹിക്കുക എന്നത് ഭയങ്കര പാടാണ്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടാകും ഞാൻ ഡിവോഴ്സ് ആയത്. ഞാൻ ഇത്തിരി സൈക്കോ ടൈപ്പായിട്ടുള്ള ആളാണ്. പുറമേയുള്ള ആളുകൾ കാണുന്നതും ഏറെക്കുറെ അതിൻ്റെ വശങ്ങൾ എന്നിലുണ്ടെന്നുമാണ് എൻ്റെ ഒരു ചിന്ത. എന്തുണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുമൂലം ശത്രുക്കൾ ഉണ്ടാകുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എന്ത് കണ്ടാലും ഉടൻ പ്രതികരിക്കും. എന്നെ സഹിക്കാനും ഇത്തിരി പാടാണ്. പക്ഷെ അതിനുള്ള സഹനശക്തി വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമേയ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് ആണ് ഞാൻ പറയുന്നത്. എല്ലാം തുറന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ചങ്കാണ് എനിക്ക് അമേയ. അവൾ വന്ന ശേഷം എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഭാവം മാറ്റിയെടുക്കാൻ സഹായിച്ചതും അമേയ തന്നെയാണ്. കന്യാദാനം സീരിയലിൽ വെച്ചാണ് അമേയെ ഞാൻ പരിചയപ്പെടുന്നത്. മണിമുത്തിലേക്ക് എൻ്റെ പേരായ അമേയെ ആദ്യം സീരിയൽ ക്രൂ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഞാൻ അലവലാതിയാണെന്നൊക്കെയുള്ള ചീത്തപ്പേരുകൾ അവൾ പലയിടത്തു നിന്നും കേട്ടു. അതുകൊണ്ട് മണിമുത്തിലേക്ക് ക്ഷണം വന്നപ്പോൾ അമേയ അത് ഒഴിവാക്കി. എൻ്റെ എക്സ് വർക്ക് ചെയ്ത സീരിയൽ ലൊക്കേഷനിൽ നിന്നും എന്നെ പറ്റിയുള്ള ഒരുപാട് കഥകൾ അമേയ കേട്ടിരുന്നു. കന്യാദാനം സീരിയലിൽ വെച്ച് പരിചയപ്പെട്ട് പിന്നെ അത് സൗഹൃദമാവുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പുകൾ പോയി തുടങ്ങി എന്നാണ് ജിഷിൻ പറഞ്ഞത്.